അനറ്റോളിയുടെ ജിമ്മിലെ പ്രാങ്ക് വീഡിയോസ് കാണാത്തവരായി ആരും തന്നെ കാണില്ല. ജിമ്മിലെ ക്ലീനറുടെ വേഷത്തിൽ വരുന്ന അനറ്റോളിയെ കണ്ടാൽ ഒരു സാധാരണക്കാരൻ, അയാളെ കൊണ്ട് 50 കിലോ പോലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമാണ്. അങ്ങനെ ഒരു വേഷത്തിലാണ് അനറ്റോളി വരുന്നത്. അനറ്റോളി വരുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള പവർ ലിഫ്റ്റേഴ്സാണ്. അവർ കഷ്ടപ്പെട്ടായിരിക്കും 200 കിലോ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അനറ്റോളിയെ പോലെ ഒരാൾ, കാഴ്ചയിൽ 50 കിലോ പോലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് മറ്റ് പവർ ലിഫ്റ്റേഴ്സ് വളരെ സ്ട്രഗിൾ ചെയ്ത് വളരെ ബുദ്ധിമുട്ടി ലിഫ്റ്റ് ചെയ്യുന്ന 200 കിലോ അനായാസം ലിഫ്റ്റ് ചെയ്ത് കാണിക്കുന്നു. അത് കണ്ട് ആ ജിമ്മിലുള്ള എല്ലാവരും ആ നിൽക്കുന്ന ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള പവർ ലിഫ്റ്റേഴ്സ് പോലും ഞെട്ടുന്നു. കാരണം ഇത്രയും ചെറിയ ശരീരവലിപ്പമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വെയിറ്റ് അനായാസം ലിഫ്റ്റ് ചെയ്യുന്നതെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. അനറ്റോലിക്കൊക്കെ മുമ്പ് ലോകത്തുള്ള എല്ലാ ആളുകളും വിശ്വസിച്ചിരുന്നത് വലിയ ശരീരവലിപ്പം ഇസിക്കൽ ടു മോർ സ്ട്രെങ്ത്. അതായത് ശരീരവലിപ്പം കൂടുന്തോറും ശക്തി കൂടും, ശരീരവലിപ്പം കുറഞ്ഞവരൊക്കെ ശക്തിയില്ലാത്തവരാണ് എന്ന ചിന്തയായിരുന്നു. അനറ്റോലി ഈ ജിം പ്രാങ്ക് വീഡിയോസ് ചെയ്തതിന് ശേഷം അതിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് വലിയ ശരീരവലിപ്പമൊന്നും ഇല്ലാത്ത ആരെയും, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആരെയും ശരീരവലിപ്പമുള്ള ആളുകൾ പുച്ഛിക്കാറില്ല. കാരണം അവർ അനറ്റോലിയുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണ്. കാരണം ഇയാൾ എത്ര ശക്തനാണെന്ന് അയാളുടെ ശരീരത്തിൻ്റെ വലിപ്പം കണ്ട് മാത്രം പറയാൻ പറ്റില്ല എന്ന് ഇന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അനറ്റോലിയും നമ്മൾ സാധാരണ കാണുന്ന ബിഗറായിട്ടുള്ള പവർ ലിഫ്റ്റേഴ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ആദ്യമായി അനറ്റോലിയുടെ ഹൈറ്റ് നോക്കാം. അയാളുടെ ഹൈറ്റ് ഏകദേശം 180 സെൻറ്റിമീറ്ററോളം വരും. അയാളുടെ ശരീരഭാരം 78 കിലോ 80 കിലോയോ വരത്തുള്ളൂ. സാധാരണ ഒരു പവർ ലിഫ്റ്റർ എടുത്താൽ വളരെ വലിയ ഹൈറ്റും ശരീരഭാരമൊക്കെ അയാൾക്ക് കാണും. അനറ്റോലി പവർ ലിഫ്റ്റിംഗ് ലോകത്ത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളാണ്. അതായത് ബിഗറായിട്ടുള്ള ആളുകൾ ലിഫ്റ്റ് ചെയ്യുന്ന അതേ വെയ്റ്റ് ഇത്രയും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള, ഇത്രയും ചെറിയ മനുഷ്യനായിട്ടുള്ള അനറ്റോലി അതേ വെയ്റ്റ് തന്നെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ബിഗറായിട്ടുള്ള ആളുകൾ ലിഫ്റ്റ് ചെയ്യുന്ന അതേ വെയ്റ്റ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കാറ്റഗറിയിൽ, ലോക പവർ ലിഫ്റ്റിങ്ങിലെ ലൈറ്റ് വെയ്റ്റ് കാറ്റഗറിയിലെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് മാനാണ് അനറ്റോലി. 300 കിലോ ഡെഡ് ലിഫ്റ്റും 210 കിലോ സ്ക്വാട്ടും അനറ്റോലി ചെയ്യുമ്പോൾ എല്ലാവരും, കാണുന്ന ഓരോ ആൾക്കും അതൊരു ഞെട്ടലാണ്. കാരണം അനറ്റോലിയുടെ ശരീരഭാരത്തിൻ്റെ 3.7 ഇരട്ടിയോളം വരുന്ന ഭാരമാണ് അനറ്റോലി ലിഫ്റ്റ് ചെയ്യുന്നത്. അതായത് തൻ്റെ ശരീരത്തെക്കാളും 3.5 മുതൽ 4 ഇരട്ടിയോളം വരുന്ന വെയിറ്റാണ് അദ്ദേഹം ലിഫ്റ്റ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചെറിയ ശരീരവലിപ്പമുള്ള ഒരാൾ വലിയ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് മാജിക് എന്നുമല്ല, ഇതിനെ ന്യൂറൽ എഫിഷ്യൻസി എന്ന് പറയുന്നു. അതായത് പവർ ലിഫ്റ്റർമാർ ന്യൂറൽ എഫിഷ്യൻസി വികസിപ്പിക്കുന്നു. അവരുടെ നെർവ് സിസ്റ്റംസ് ഒരേ സമയം കൂടുതൽ മസിൽ ഫൈബേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതാണ് അനറ്റോലിയുടെ കാര്യത്തിൽ നടന്നത്. സാധാരണ ആളുകളുടെ നെർവ് സിസ്റ്റം ഒരേ സമയം മസിൽ ഫൈബേഴ്സിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരു 30 മുതൽ 40% പക്ഷെ അനറ്റോലിക്ക് അത് വളരെ ഹൈ ആയിട്ട് കൂടുതലാണ്. ഏകദേശം 90% വരെ നെർവ് സിസ്റ്റം ഒരേ സമയം കൂടുതൽ മസിൽ ഫൈബേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ചെറിയ ശരീരമുള്ള അനറ്റോലിക്ക് വലിയ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ മസിൽ മാസിന് പ്രാധാന്യമില്ലെന്നാണോ ഞാൻ പറഞ്ഞത്? ഒരിക്കലുമല്ല. മസിൽ മാസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ വളരെ ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള മസിലിന് തീർച്ചയായിട്ടും സ്ട്രെങ്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് വലിയ മസിൽ മാത്രമല്ല സ്ട്രെങ്തിൻ്റെ അളവുകോലെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് വളരെ വലിയ മസിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം അനറ്റോലി ക്ലീനറായിട്ട് അഭിനയിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ ബിഗറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരാൾക്ക് ബിഗറായിട്ടുള്ള മസിലുണ്ട്, പക്ഷേ അയാളുടെ നെർവസ് സിസ്റ്റംസ് ഒരേ സമയം കൂടുതൽ മസിൽ ഫൈബേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് വലിയ വെയിറ്റ് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വേറൊരാൾക്ക് അത്യാവശ്യം വളരെ ശക്തമായിട്ടുള്ള മസിൽസ് ഉണ്ട്, മസിൽ മാസ് ഉണ്ട്, വലിയ മസിൽ മാസൊന്നുമില്ല, പക്ഷേ അയാളുടെ
നെർവസ് സിസ്റ്റംസ് ഒരേ സമയം കൂടുതൽ മസിൽ ഫൈബേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വലിയ മസിൽ ഫൈബേഴ്സ് ഉള്ള വലിയ മസിലുള്ള ബിഗറായിട്ടുള്ള നെർവസ് സിസ്റ്റം മസിൽ ഫൈബേഴ്സിൻ്റെ ആക്ടിവേഷൻ കുറയ്ക്കുന്ന ആളെക്കാളും കുറച്ച് മസിൽ മാസ് ഉള്ള നെർവസ് സിസ്റ്റം മസിൽ ഫൈബേഴ്സിൻ്റെ ആക്ടിവേഷൻ കൂട്ടുന്ന ആൾക്ക് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ സീക്രട്ട് അല്ലെങ്കിൽ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ന്യൂറൽ എഫിഷ്യൻസിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തോടു കൂടി ഞാനിത് പറഞ്ഞു തരാം. അതായത് ഒരു ട്രക്ക്, അതായത് വലിയൊരു ട്രക്ക് അറിയാമല്ലോ, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വെഹിക്കിളാണ് ട്രക്ക് എന്ന് പറയുന്നത്. അതായത് വലിയ ലോഡ് 10 കണക്കിന് വെയിറ്റ് ലോഡ് ചെയ്ത് ആ വെയിറ്റിനെയും കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ട്രക്ക് എന്ന് പറയുന്നത്. ട്രക്ക് ബിഗറാണ്, സ്ട്രോങ്ങറാണ്, പവർഫുള്ളാണ്. ഇപ്പുറത്തെ സൈഡ് ഒരു ലംബോർഗിനി കാറിന് ഒരു ട്രക്കിന് ലോഡ് ചെയ്യാൻ പറ്റുന്ന അത്ര വെയിറ്റ് ഒന്നും ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ലംബോർഗിനി കാർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. ട്രക്ക് വലിപ്പത്തിലും പവറിലും വലുതാണെങ്കിലും ശക്തമാണെങ്കിലും ഒരിക്കലും ഒരു ലംബോർഗിനി കാറിൻ്റെ അത്ര വേഗത്തിൽ ഒരു ട്രക്കിന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് അനറ്റോലിയുടെ ശരീരത്തിലും വർക്കാവുന്നത്. അതായത് അനറ്റോലിയുടെ ന്യൂറൽ എഫിഷ്യൻസി ലംബോർഗിനി കാറ് പോലെ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും വർക്കാവുന്നത്. അവിടെ നിൽക്കുന്ന ബിഗറും സ്ട്രോങ്ങറുമായിട്ടുള്ള പവർ ലിഫ്റ്റേഴ്സ് അവർ പവർഫുള്ളാണ്, അവർക്ക് വലിയ മസിൽ മാസ് ഉണ്ടെങ്കിലും അവരുടെ ന്യൂറൽ എഫിഷ്യൻസി ഒരിക്കലും ലംബോർഗിനി കാറിൻ്റെ അത്ര അല്ലെങ്കിൽ വളരെ അനറ്റോലിയെ പോലെ വളരെ വേഗത്തിൽ പ്രവർത്തിക്കത്തില്ല. അതാണ് വ്യത്യാസം. പിന്നെ അനറ്റോലിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൈകളുടെയും കാലുകളുടെയും നീളമാണ്. അദ്ദേഹം 180 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തെക്കാളും ഉയരമുള്ള ആളുകൾ, അതായത് കൈയുടെയും കാലിൻ്റെയൊക്കെ നീളം കൂടുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാലിന് നല്ല നീളം കൂടിയ ഒരാൾ, കാലിന് കുറച്ച് നീളം കുറഞ്ഞ ഒരാൾ, ഇവർ രണ്ടുപേരും തുല്യമായി ശക്തരാണ്. പക്ഷേ കാലിന് നീളം കുറഞ്ഞ ഒരാൾക്ക് ഒരു 100 കിലോ സ്ക്വാട്ട് വളരെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. കാലിന് നീളം കുറഞ്ഞ ഒരാൾക്ക് ഒരു 100 കിലോ സ്ക്വാട്ട് ചെയ്യാൻ കൂടുതൽ ഹാർഡായിരിക്കും. കാരണം ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് മോഷൻ കൂടുതലാണ്. അതായത് കാലിന് നീളം കൂടുതലുള്ളതുകൊണ്ട് അയാൾക്ക് കൂടുതൽ സമയം, അതായത് അയാളുടെ കാലിന് നീളം കൂടുതലുള്ളതുകൊണ്ട് റേഞ്ച് ഓഫ് മോഷൻ, അതായത് കുറേ ദൂരം ഇരുന്നിട്ട് കുറേ ദൂരം തന്നെ എണീക്കേണ്ടി വരും. അതേസമയം കാലിന് നീളം കുറഞ്ഞ ഒരാൾക്ക് റേഞ്ച് ഓഫ് മോഷൻ കുറവാണ്. അയാളുടെ കാലിന് നീളം കുറവായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദൂരം ഇരുന്നിട്ട് കുറച്ച് ദൂരം എണീറ്റാൽ മതി. അപ്പോൾ അനറ്റോലി ശരീരവലിപ്പം ഒരു 180 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അനറ്റോലിയേക്കാളും വലിയ പവർ ലിഫ്റ്റേഴ്സിന് അനറ്റോലി ലിഫ്റ്റ് ചെയ്യുന്ന അതേ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് റേഞ്ച് ഓഫ് മോഷൻ കൂടുതലാണ്. കാരണം അവരുടെ കൈകൾക്ക് നീളം കൂടുതലാണ്. അപ്പോൾ അനറ്റോലി 180 സെൻറ്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൈയും കാലൊന്നും വലിയ പവർ ലിഫ്റ്റേഴ്സിനെ പോലെ വലിയ നീളമുള്ളതല്ല. അപ്പോൾ അതും അനറ്റോലിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഓഫ് മോഷൻ കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് വെയിറ്റുകൾ വലിയ പവർ ലിഫ്റ്റേഴ്സിനേക്കാളും ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അനറ്റോളി യുക്രൈനിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് വളർന്നത്. 16-ാം വയസ്സിൽ തന്നെ ട്രാക്ടറിൻ്റെ പലതരത്തിലുള്ള ഭാരമുള്ള പാർട്സുകളും മരക്കൊമ്പുകളും മരത്തടിയൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ വീട്ടിലൊരു ജിം നിർമ്മിച്ച് വർക്കൗട്ട് ചെയ്യാൻ ആരംഭിച്ചു. അനറ്റോളി ഒരു നാച്ചുറലായിട്ടുള്ള ലിഫ്റ്ററാണ്. അദ്ദേഹം സ്റ്റെറോയിഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡയറ്റ് നാച്ചുറലായിട്ടുള്ള ഡയറ്റാണ്. അതായത് കോട്ടേജ് ചീസ്, മുട്ട തുടങ്ങിയ ഇറച്ചി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തുടങ്ങിയ നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അദ്ദേഹം ഒരു ദിവസം 7 മീല് വരെ കഴിക്കുമെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മാക്സിമം ഗ്രോത്ത് മോഡിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. കാരണം വളരെ ഹെവി വെയിറ്റിംഗ് ആണല്ലോ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ന്യൂട്രിയൻസും കലറിയും പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റൊക്കെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് അദ്ദേഹം 7 മീല് കഴിക്കുന്നത്. അനറ്റോലിയുടെ ട്രെയിനിങ് ജിമ്മിൽ ബോഡി ബിൽഡേഴ്സ് വർക്ക് ചെയ്യും പോലെ ഹൈപ്പോട്രോഫിക് അല്ല ചെയ്യുന്നത്. അദ്ദേഹം ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം ട്രെയിനിങ് ചെയ്യുന്നത്. കാരണം കുറഞ്ഞ റപ്പുകൾ, ഹെവി വെയ്റ്റ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് അവൻ്റെ 1 റപ്പ് മാക്സ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ മാക്സിമം വെയ്റ്റ് ലോഡ് ചെയ്ത് കൊണ്ടുപോവുക. അധികം ആർക്കും അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ്റെ ശക്തിയുടെ 50% മാത്രമേ ഈ മസിൽ ഗ്രോത്തിൽ വരുന്നുള്ളൂ. ബാക്കി 50% ന്യൂറൽ അഡാപ്റ്റേഷനാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ
നമ്മുടെ തലച്ചോറും മസിൽസും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് നിർണ്ണയിക്കുന്നത്. ആ നെർവ് സിസ്റ്റത്തിൻ്റെ സ്ട്രെങ്താണ്, എഫിഷ്യൻസിയാണ് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വളരെ 1 meal a day കഴിച്ചിരുന്ന ഒരു സമയത്ത് ഞാനൊരു വെറുതെ ഒരു തമാശയ്ക്ക് ഒരു ചലഞ്ച് ചെയ്യുകയുണ്ടായി. അതായത് ഒരു 30 കിലോ ഡമ്പലെടുത്ത് കേൾ ചെയ്തു. നിങ്ങൾ എൻ്റെ ശരീരം നോക്കണം, ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ്. ഞാൻ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആ കഴിക്കുന്ന ഭക്ഷണം പോലും കുറവാണ്. അപ്പോൾ ഇത്രയും മെലിഞ്ഞിരുന്ന, ഒരു നേരം മാത്രം കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഞാൻ എങ്ങനെയാണ് 30 കിലോ, അതായത് ഓരോ കയ്യിൽ 30 കിലോ, ടോട്ടൽ 60 കിലോ ലിഫ്റ്റ് ചെയ്തത്? അവിടെ വർക്കായത് മസിൽ മാസിന് ഉപരിയായിട്ട് ഈ അനറ്റോലിക്കുള്ള പോലെ ന്യൂറൽ അഡാപ്റ്റേഷനാണ്. അതായത് എനിക്കും എൻ്റെ മസിൽസും ബ്രെയിനും തമ്മിലുള്ള ന്യൂറൽ അഡാപ്റ്റേഷൻ വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു നേരം കഴിച്ചിട്ട് വളരെ മെലിഞ്ഞിരുന്നിട്ട് പോലും 30 കിലോ എടുത്ത് എനിക്ക് കേൾ ചെയ്യാൻ പറ്റിയത്. 5 നേരം 6 നേരവും തിന്ന് സ്റ്റെറോയിഡ് എടുക്കുന്നവന്മാർ പോലും ആ വെയിറ്റ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടും. കാരണം അവന്മാർക്ക് ന്യൂറൽ എഫിഷ്യൻസി എൻ്റെ അത്ര ഇല്ല. അതുപോലെ തന്നെയാണ് വണ്ണാം പുള്ളപ്പ് പോലുള്ള ഹാർഡായിട്ടുള്ള വ്യായാമങ്ങൾ. ഞാൻ 2DF ഡയറ്റ്, 2 ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണം കഴിച്ചുള്ള ഡയറ്റിൽ പോലും അനായാസം ഞാൻ വണ്ണാം പുള്ളപ്സ് ചെയ്യുന്ന വീഡിയോസ് കണ്ടു കാണും. അപ്പോൾ അതാണ്, പകുതി മാത്രമേ നമ്മുടെ മസിലിൻ്റെ ശക്തി സ്ട്രെങ്തിൽ വരുന്നുള്ളൂ, ബാക്കി പകുതി ന്യൂറൽ അഡാപ്റ്റേഷനാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ശക്തിയുടെ യഥാർത്ഥ സീക്രട്ട്. ഇപ്പോൾ ഒരാൾക്ക് ന്യൂറൽ അഡാപ്റ്റേഷൻ കുറവാണ്, കുറേ മസിൽ മാസേ ഉള്ളൂവെങ്കിൽ അയാൾ ശക്തനാവണമെന്ന് നിർബന്ധമില്ല. വേറൊരാൾക്ക് മസിൽ മാസൊക്കെ കുറച്ച് കുറവാണ്, പക്ഷേ ന്യൂറൽ അഡാപ്റ്റേഷൻ വളരെ ഹൈ ആണെങ്കിൽ ഈ വലിയ മസിൽ മാസ് ഉള്ള ആളെക്കാളും ഈ ന്യൂറൽ അഡാപ്റ്റേഷൻ കൂടുതലുള്ള കുറച്ച് മസിൽ മാസ് കുറഞ്ഞ ആളായിരിക്കും കൂടുതൽ ശക്തൻ. അപ്പോൾ ഇതാണ് അനറ്റോലിയുടെ ശക്തിയുടെ രഹസ്യം. അതുകൊണ്ട് തന്നെ വലിയ ശരീര വലിപ്പമുള്ള ആളുകൾ ചെറിയ ശരീര വലിപ്പമുള്ള ആളുകളെക്കാളും ശക്തരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മസിലിൻ്റെ മാസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 50% ഒരാളുടെ ശക്തിയെ നിർണ്ണയിക്കുന്നുള്ളൂ. ബാക്കി 50% അവിടെ നെർവസ് സിസ്റ്റത്തിൻ്റെ നാഡീവ്യൂഹങ്ങളും മസിൽസൊക്കെ തമ്മിലുള്ള കണക്ഷൻ്റെയും അതിൻ്റെ എഫിഷ്യൻസിയുടെയൊക്കെ കരുത്ത് അതാണ് നിർണ്ണയിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കുക.